2010 ജനുവരി 20 ഏകദേശം ഉച്ചനേരം ദുബായ് എയർപോർട്ടിന് സമീപമുള്ള അൽബസ്റ്റാൻ റൊട്ടാന നക്ഷത്ര ഹോട്ടലിലെ 230 നമ്പർ മുറി രാവിലെ മുതൽ തുറന്നു കാണാത്തതിനാൽ ജീവനക്കാരിൽ ഒരാൾ തട്ടി വിളിച്ചു. ഏറെ നേരം ശ്രമിച്ചിട്ട് മറുപടിയില്ല. അയാൾ മാനേജറെ വിവരമറിയിച്ചു. തുടർന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഇലക്ട്രോണിക് കീ കാർഡ് ഉപയോഗിച്ച് മുറി തുറന്നു. അവിടെ ബെഡിൽ ഒരാൾ കിടപ്പുണ്ടായിരുന്നു. ഇന്നലെ ചെക്ക് ഇൻ ചെയ്ത ആളാണ്. അവർ പരിശോധിച്ചു നോക്കി. ആൾ മരിച്ചിരുന്നു. ശരീരം മരവിച്ചിട്ടുണ്ട്. ബോഡി ഉടൻ ആശുപത്രിയിലേക്ക് നീക്കം ചെയ്തു. ദുബായ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തലേ ദിവസത്തെ എമിറേറ്റ്സിൻ്റെ EK912 നമ്പർ ദമാസ്കസ് ദുബായ് വിമാനത്തിൽ ദമാസ്കസിൽ നിന്നും എത്തിയ പലസ്തീനിയൻ പാസ്പോർട്ടുള്ള മെഹമ്മൂദ് അബ്ദുൾ റൌഫ് മുഹമ്മദ് ഹസൻ എന്നൊരു ബിസിനസ്സുകാരനായിരുന്നു അത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മസ്തിഷ്കാഘാതമായിരുന്നു മരണകാരണം എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. അസാധാരണമായി ഒന്നുമില്ലാത്തതിനാൽ അവകാശികൾ എത്തും വരെ മോർച്ചറിയിൽ ബോഡി സൂക്ഷിച്ചു. പാസ്പോർട്ടിലെ അഡ്രസ്സിൽ വിവരങ്ങൾ പോയി. ഇതിനിടെ പലസ്തീനിയൻ തീവ്രവാദ സംഘടനയായ ഹമാസിൻ്റെ ദമാസ്കസിലെ ഓഫീസിലുള്ളവർ അസ്വസ്ഥരായിരുന്നു. കാരണം അവരുടെ പ്രമുഖനായ ഒരു നേതാവ് ദുബായിലേക്ക് പോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതേവരെ യാതൊരു സന്ദേശവും ലഭിച്ചിട്ടില്ല. അവർ ദമാസ്കസിൽ നിന്നും ഒരാളെ ദുബായിലേക്ക് അയച്ചു. അയാളുടെ അന്വേഷണങ്ങൾക്കൊടുവിൽ മോർച്ചറിയിൽ ആളെ കണ്ടെത്തി. ഹമാസിൻ്റെ ദമാസ്കസ് നേതൃത്വം ദുബായ് പോലീസ് മേധാവിയെ ഫോണിൽ ബന്ധപ്പെട്ടു. തങ്ങൾ വ്യാജ പലസ്തീനിയൻ പാസ്പോർട്ടിൽ ഒരാളെ ദുബായിലേക്ക് അയച്ചിരുന്നു എന്നവർ പോലീസിനോട് സമ്മതിച്ചു. ദുബായിലെ അൽബസ്റ്റൺ ഹോട്ടലിൽ മരിച്ചു കിടന്നയാൾ ബിസിനസ്സുകാരനായ മുഹമ്മദ് ഹസൻ അല്ലായിരുന്നു. ഹമാസിൻ്റെ ആയുധ ഇടപാടുകളുടെ മേൽനോട്ടക്കാരനും പ്രമുഖ നേതാവുമായിരുന്ന മെഹമ്മൂദ് അൽ മെഹബൂബ് ആയിരുന്നു അത്. ഹമാസിൻ്റെ ഇത്രയും ഉയർന്നൊരാൾ വെറും മസ്തിഷ്കാഘാതം മൂലം മരിക്കുമോ എന്ന് ദുബായ് പോലീസിന് സംശയമുണ്ടായി. പുതിയൊരു അന്വേഷണത്തിന് പോലീസ് മേധാവി തമീം ഉത്തരവിട്ടു. ഹോട്ടലിലെ നിരീക്ഷണ ക്യാമറകൾ, എയർപോർട്ടിലെ ക്യാമറകൾ, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വന്നവരുടെയും പോയവരുടെയും വിവരങ്ങൾ, വിളിച്ച കോളുകളുടെ വിവരങ്ങൾ എല്ലാം ശേഖരിക്കപ്പെട്ടു. അത്യാധുനിക സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ അവയെല്ലാം മരിച്ചു പെറുക്കി. ആസൂത്രിതമായ ഒരു കൊലപാതകത്തിൻ്റെ ചിത്രമാണ് തെളിഞ്ഞു വന്നത്. ഹമാസിൻ്റെ മുഖ്യ ശത്രുക്കളിലോ ഒന്ന് പലസ്തീനിലെ ഫത്താഹ് പാർട്ടി. അവരിലേക്കാണ് ആദ്യം സംശയം നീണ്ടത്. എന്നാൽ കൃത്യമായ ആസൂത്രണത്തിലൂടെ ഒരു മസ്തിഷ്കാഘാതം സൃഷ്ടിക്കാനുള്ള കഴിവൊന്നും അവർക്കില്ല. അതിന് കഴിവുള്ള ഒരേ ഒരു സംഘമേ ഉള്ളൂ, ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയായ മൊസാദ്. ദുബായ് പോലീസ് ഉറപ്പിച്ചു. ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ 1960-ലാണ് മെഹമ്മൂദ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ മുസ്ലിം ബ്രദർഹുഡിൽ ആകൃഷ്ടനായി അതിൽ അംഗമായ അയാൾ 1980-കളിലൊരിക്കൽ കലാഷ്നിക്കോവ് മെഷീൻ ഗണ്ണുമായി ഇസ്രയേലി അധിനിവേശ സേന മെഹമ്മൂദിനെ അറസ്റ്റ് ചെയ്യുകയും 1 വർഷത്തെ ജയിൽവാസത്തിന് അയക്കുകയും ചെയ്തു. അവിടെ വെച്ച് അയാൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നു. ജയിലിൽ നിന്നും ഇറങ്ങിയ മെഹമ്മൂദ് പുതുതായി രൂപീകരിക്കപ്പെട്ട ഹമാസ് എന്ന സംഘടനയുടെ സൈനിക വിഭാഗത്തിൽ ചേർന്നു. 1ാം ഇൻതിഫാദയുടെ സമയമായിരുന്നു അത്. ഇസ്രായേൽ സൈന്യവുമായി രൂക്ഷമായ പോരാട്ടം. 1988 ഹമാസിൻ്റെ യൂണിറ്റ് 101 കമാൻഡറായി മെഹമ്മൂദ് അവരോധിക്കപ്പെട്ടു. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം ഇതൊക്കെ നടപ്പാക്കാനുള്ള യൂണിറ്റാണ് 101. മെഹമ്മൂദും മറ്റൊരാളും ചേർന്ന് ഇസ്രായേലിലെ 2 സൈനികരെ തട്ടിക്കൊണ്ടുപോവുകയും നെഗേവ് മരുഭൂമിയിൽ വെച്ച് ക്രൂരമായി കൊല്ലുകയും ചെയ്തു. മൃതദേഹങ്ങളെ അവഹേളിക്കുകയും അത് ഫോട്ടോയിലാക്കുകയും ചെയ്ത ശേഷം മരുഭൂമിയിൽ കുഴിച്ചു മൂടുകയാണ് ഉണ്ടായത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത ആഘാതമായിരുന്നു ഈ കൊലപാതകങ്ങൾ. റെഡ് പേജ് എന്നത് മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഉന്മൂലനത്തിനുള്ള ഒരു കോഡ് വാക്കാണ്. ഇസ്രായേലി പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സംയുക്തമായാണ് റെഡ് പേജ് ഓർഡർ ഇടുക. ഇര കൊല്ലുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന കാലത്തോളം ആ ഓർഡർ സാധുവായിരിക്കും. തങ്ങളുടെ സൈനികരെ കൊലപ്പെടുത്തിയവർക്ക് റെഡ് പേജ് നൽകാൻ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല ഇസ്രായേലി ഭരണാധികാരികൾക്ക്. മൊസാദ് ഉണർന്നു. കൊലയ്ക്ക് ഉത്തരവാദി മെഹമ്മൂദാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്നാൽ അപ്പോഴേക്കും മെഹമ്മൂദ് ഈജിപ്തിലെത്തിയിരുന്നു. എന്നാൽ അവിടം സുരക്ഷിതമായിരുന്നില്ല എന്നതിനാൽ അയാൾ ഗാസയിലേക്കും പിന്നെ ജോർദാൻ വഴി ദമാസ്കസിലേക്കും കടന്നു. സമർത്ഥരായ മൊസാദ് ഏജന്റുകൾക്ക് മെഹമ്മൂദിനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. ഇതിനിടെ മെഹമ്മൂദ് ഹമാസിൻ്റെ മുഖ്യ ആയുധ ഇടനിലക്കാരനായി മാറിയിരുന്നു.
ചൈനയിലും അഫ്ഗാനിലും ഇറാനിലും സുഡാനിലുമൊക്കെയായി അയാൾ പറന്നു നടന്നു. സുഡാനിൽ വെച്ച് മൊസാദ് മെഹമ്മൂദിനെ ലക്ഷ്യമിട്ട് ഒരു ആക്രമണം നടത്തിയെങ്കിലും അയാൾ രക്ഷപ്പെട്ടു. ഏതാണ്ട് 20 വർഷത്തിനു ശേഷം ദുബായിൽ വെച്ച് മൊസാദ് ആ മിഷൻ പൂർത്തീകരിച്ചു. മെഹമ്മൂദ് അൽ മെഹബൂബ് നിശബ്ദമായി കൊല ചെയ്യപ്പെട്ടു. ദുബായ് പോലീസിൻ്റെ സാമർഥ്യമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും മൊസാദോ ഇസ്രയേലോ ഈ ചിത്രത്തിൽ വരില്ലായിരുന്നു. എങ്ങനെയാണ് ഓപ്പറേഷൻ ദുബായ് മൊസാദ് നടപ്പിലാക്കിയത് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. മെഹബൂബിനായി മൊസാദ് ലോകമെങ്ങും വലവിരിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അറബ് രാജ്യങ്ങളിലാവാം അയാൾ ഉണ്ടാവാൻ സാധ്യത എന്നവർക്കറിയാമായിരുന്നു. 2009 അൽ ജസീറ ചാനലിൽ ഒരു ഹമാസ് നേതാവിൻ്റെ അഭിമുഖം പ്രത്യക്ഷപ്പെട്ടു. മുഖംമൂടി ധരിപ്പിച്ചാണ് അയാളെ അവതരിപ്പിച്ചതെങ്കിലും ശബ്ദത്തിൽ നിന്നും അത് മെഹബൂബാണെന്ന് മൊസാദിന് മനസ്സിലായി. 1989 ഇസ്രയേലിലെ 2 സൈനികരെ ജൂതവേഷത്തിൽ വന്ന് തട്ടിക്കൊണ്ടുപോയതും മരുഭൂമിയിൽ കുഴിച്ചുമൂടിയതുമായിരുന്നു ആ അഭിമുഖത്തിൽ അയാൾ വിശദീകരിച്ചത്. കൂടുതൽ അന്വേഷണത്തിൽ മെഹബൂബ് ദുബായിൽ ഇടയ്ക്കിടെ വരാറുണ്ടെന്ന് മൊസാദ് മനസ്സിലാക്കി. എന്നാൽ ദുബായിൽ ഒരു ഓപ്പറേഷൻ നടത്തുക അത്ര എളുപ്പമല്ല. ദുബായ് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളൊന്നുമായി ഇസ്രായേലിന് അക്കാലഘട്ടങ്ങളിൽ നയതന്ത്ര ബന്ധമില്ല. ഇസ്രായേൽ പാസ്പോർട്ടുമായി ദുബായിൽ വരാനുമാവില്ല. ഓപ്പറേഷനിടയിൽ പിടിയിലായാൽ പീഡനവും വധശിക്ഷയുമാവും കാത്തിരിക്കുന്നത്. എന്നാൽ ദുബായ്ക്കൊരു സവിശേഷതയുണ്ട്. ഒരു ദിവസം ഏകദേശം 1 ലക്ഷത്തിലധികം ആൾക്കാർ വന്നു പോകുന്ന ലോകത്തിലെ ടൂറിസ്റ്റ് ഹബ്ബാണ് ദുബായ്. ഏറ്റവും അധികം പേര് വരുന്നതും യൂറോപ്യന്മാരും അമേരിക്കക്കാരും. വെള്ളക്കാരനോടുള്ള വിധേയത്വം എല്ലാ അറബ് രാജ്യങ്ങളിലെന്ന പോലെ ദുബായിലുമുണ്ട്. കാര്യമായ പരിശോധനകളൊന്നുമില്ലാതെ ഒരു യൂറോപ്യന് അവിടെ കിടക്കാനാവും. ഈ ഒരു സാധ്യത ഉപയോഗപ്പെടുത്താൻ മൊസാദ് തീരുമാനിച്ചു. 1973 ജൂലൈയിൽ നോർവേയിൽ വെച്ച് മൊസാദ് ഒരു മൊറോക്കൻ വെയിറ്ററെ കൊല്ലുകയുണ്ടായി. PLOയുമായി അടുത്ത ബന്ധമുള്ള ആളാണയാൾ എന്ന ധാരണയിലായിരുന്നു ആക്രമണം. മിഷനിൽ പങ്കെടുത്തവർ നോർവീജിയൻ പോലീസിൻ്റെ പിടിയിലായി ജയിലിൽ അടയ്ക്കപ്പെട്ടു. മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് ഇസ്രയേൽ വലിയ തുക നഷ്ടപരിഹാരമായി നൽകേണ്ടിയും വന്നു. മൊസാദിൻ്റെ കാര്യക്ഷമതയ്ക്ക് വെല്ലുവിളി നേരിട്ട ഒരു സംഭവമായിരുന്നു ഇത്. അങ്ങനെയൊന്നും മെഹബൂബിൻ്റെ കാര്യത്തിൽ ഉണ്ടാകരുതെന്ന് ഇസ്രയേലി അധികാരികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. മെഹബൂബിനെ കണ്ടെത്തി വധിക്കുന്ന മിഷന് പ്ലാസ്മ സ്ക്രീൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. മൊസാദിലെ ഏറ്റവും മിടുക്കന്മാരുടെ യൂണിറ്റാണ് സിസേറിയ. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം എന്നിവയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരുടെ എലീറ്റ് യൂണിറ്റ്. പ്ലാസ്മ സ്ക്രീൻ നടപ്പിലാക്കാനുള്ള ചുമതല സിസേറിയ യൂണിറ്റിന് ഏൽപ്പിക്കപ്പെട്ടു. മെഹബൂബ് ദുബായിൽ നിന്ന് വന്നു പോകുന്നുണ്ടോ എന്നതായിരുന്നു ആദ്യം ഉറപ്പിക്കേണ്ടത്. അക്കാര്യം സ്ഥിരീകരിച്ചതോടുകൂടി കമാൻഡോ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യപ്പെട്ടു. കമാൻഡോ യൂണിറ്റിലുള്ളതും അല്ലാത്തതുമായ 27 പേരുടെ ഒരു സംഘം രൂപീകരിക്കപ്പെട്ടു. ഇവർക്ക് ദുബായിൽ കടക്കാനാവശ്യമായ പാസ്പോർട്ട് സംഘടിപ്പിക്കുക എന്നതാണ് അടുത്ത പടി. ഇസ്രയേലികൾ അധിക ആളുകളും യൂറോപ്പിൽ നിന്നും മറ്റു കുടിയേറിയ ആളുകളായതിനാൽ ഇവർക്കെല്ലാം യൂറോപ്യൻ വേരുകളുണ്ട്. നാസി കാലത്തെ അതിക്രമങ്ങൾക്ക് ഇരയായ ആളുകളുടെ പരമ്പരയിലുള്ളവർക്ക് പലവിധ ഇളവുകളുമുണ്ട്. അതൊക്കെ മുതലെടുക്കാൻ തീരുമാനമായി. 12 പേർക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട്, 6 പേർക്ക് ഐറിഷ് പാസ്പോർട്ട്, 4 ഫ്രഞ്ച് പാസ്പോർട്ട്, 4 ഓസ്ട്രേലിയൻ പാസ്പോർട്ട്, 1 ജർമ്മൻ പാസ്പോർട്ട് എന്നിവ സംഘടിപ്പിക്കപ്പെട്ടു. എല്ലാം വ്യാജനാമങ്ങളിലോ മറ്റേതോ വ്യക്തികളുടെ പേരിലുള്ളവയായിരുന്നു. 2009 തന്നെ മൊസാദിൻ്റെ ചില ഏജന്റുകൾ ദുബായിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരായി എത്തിയിട്ടുണ്ടായിരുന്നു. മെഹബൂബിൻ്റെ ദുബായിലേക്കുള്ള പോക്കുവരവുകൾ നിരീക്ഷിക്കുകയായിരുന്നു അവരുടെ ചുമതല. ഒപ്പം മെഹബൂബ് തങ്ങാനിടയുള്ള ഹോട്ടലുകൾ നിരീക്ഷണത്തിൽ വെക്കലും. അത് വെറും നിരീക്ഷണമായിരുന്നില്ല. ഈ ഹോട്ടലിലൊക്കെ ഡോർ ലോക്കുകൾ വരെ ഏതാണെന്ന്, അവ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ള വിവരം പോലും ഇവർ ശേഖരിച്ചിരുന്നു. ഇതൊക്കെ അവർ ഇസ്രായേലോട്ട് അയക്കുകയും ചെയ്തു. അവിടെ ഏത് പൂട്ടും തുറക്കാനുള്ള സാങ്കേതികവിദ്യ പ്ലാസ്മ സ്ക്രീൻ മിഷൻ കമാൻഡോകൾക്ക് ലഭ്യമാക്കി. 2010 ജനുവരി 18 തിങ്കളാഴ്ച ദുബായ് അന്താരാഷ്ട്ര എയർപോർട്ട് തിരക്ക് കൊണ്ട് വീർപ്പ് മുട്ടുന്നു. ടൂറിസ്റ്റുകളുടെ തിരക്ക്. 10,000-കണക്കിന് യാത്രക്കാരാണ് വന്നിറങ്ങുന്നത്. എല്ലാവരും ആഘോഷത്തിൻ്റെ മൂഡിൽ. പല രാജ്യങ്ങളിൽ നിന്നായി വന്നിറങ്ങിയ 27 പേരൊഴിച്ച് അവരെല്ലാം വന്നത് വ്യത്യസ്ത ഫ്ലൈറ്റുകളിലാണ്. ആ 27 പേരും പരസ്പരം തിരിച്ചറിഞ്ഞു.
സിസേറിയ യൂണിറ്റിലെ അംഗങ്ങൾ ഉൾപ്പെടുന്ന മൊസാദിൻ്റെ കമാൻഡോ ടീമായിരുന്നു അവർ. അവർ അക്ഷമയോടെ കാത്തുനിന്നത് മറ്റൊരാൾക്ക് വേണ്ടിയായിരുന്നു. എമിറേറ്റ്സിൻ്റെ EK912 ദമാസ്കസ് ദുബായ് വിമാനത്തിൽ അയാളെത്തുമെന്ന് നേരത്തെ തന്നെ അവർക്ക് അറിവുണ്ടായിരുന്നു. പ്രസ്തുത വിമാനത്തിൽ VIP പരിഗണനയോടെയാണ് മുഹമ്മദ് ഹസൻ എന്ന പേരുള്ള പലസ്തീനിയൻ ബിസിനസ്സുകാരനായ മെഹബൂബ് എത്തിയത്. മെഹബൂബിനെ തിരിച്ചറിഞ്ഞ ഓപ്പറേഷൻ ടീം ജാഗരൂകരായി. എയർപോർട്ടിൽ നിന്നും അൽബസ്റ്റാൻ ഹോട്ടലിലേക്ക് മെഹബൂബ് യാത്ര തിരിച്ചു. തൊട്ടു പിന്നാലെ നിശബ്ദരായി മൊസാദിൻ്റെ നിരീക്ഷണ ടീമും. അൽബസ്റ്റൺ ഹോട്ടലിൻ്റെ ലോബിയിൽ നിന്നും ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നും ടെന്നീസ് റാക്കറ്റും കയ്യിലേന്തി തോളിൽ ഒരു ടവലും ഇട്ട് ക്ഷീണിച്ചവശരായ 2 പേർ ഇരിപ്പുണ്ടായിരുന്നു. 2ാം നിലയിലെ 230 നമ്പർ മുറിയിലേക്കാണ് മെഹബൂബ് കയറിപ്പോയത്. അയാൾ റൂമിലെത്തിയ ഉടനെ ടെന്നീസ് കളിക്കാർ ആ റൂം നമ്പർ നോട്ട് ചെയ്തു. അതും അതിനടുത്തായ മറ്റു റൂമുകളുടെ വിവരങ്ങളും ടെക്സ്റ്റ് മെസ്സേജായി കമാൻഡോ ടീം തലവനായ എൽവിഞ്ചറിന് എത്തി. എൽവിഞ്ചർ അൽബസ്റ്റൺ ഹോട്ടൽ റിസപ്ഷനിൽ വിളിച്ചു. എയർപോർട്ടിൽ നിന്നും വിശ്രമിക്കാൻ വരുന്ന തനിക്കായി 237 നമ്പർ റൂം ബുക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇനി നടക്കാൻ പോകുന്ന ഓപ്പറേഷനിൽ പ്രധാന റോൾ വഹിച്ചവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കെവിൻ ഡെവറോൺ, ഐറിഷ്. ഗൈൽ ഫോളിയാർഡ്, ഐറിഷ് യുവതി. പീറ്റർ എൽവിഞ്ചർ, ഫ്രഞ്ച്. ഇവാൻ ഡെമിങ്സ്, ഐറിഷ്. ജെയിംസ് ലെനാർഡ്, ബ്രിട്ടീഷ്. മൈക്കിൾ ലോറൻസ്, ബ്രിട്ടീഷ്. സ്റ്റീഫൻ ഡേവിഡ്, ബ്രിട്ടീഷ്. ജനാഥൻ ലൂയിസ്, ബ്രിട്ടീഷ്. ദുബായിൽ വന്നിറങ്ങിയ ടീം അംഗങ്ങൾ എല്ലാവരും വിവിധ ഹോട്ടലുകളാണ് റൂം എടുത്തിരുന്നത്. ഉച്ച കഴിഞ്ഞ് 3:30 ഗെയിൽ തൻ്റെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി അൽബസ്റ്റൺ ഹോട്ടലിലായിരുന്നു അവരുടെ ലക്ഷ്യം. സ്വർണ്ണമുടിക്കാരിയായ ആ സുന്ദരി കറുത്ത മുടിയുള്ളൊരു വിഗ് ധരിച്ചിരുന്നു, തിരിച്ചറിയപ്പെടാതിരിക്കാനായിട്ട്. 4:03 PM പുതുതായി ഒരു നിരീക്ഷണ ടീം അൽബസ്താനിലെത്തി. നേരത്തെ ഉണ്ടായിരുന്ന ടെന്നീസ് കളിക്കാർക്ക് പുറമെയാണിത്. ഹോട്ടലിൽ യാത്രക്കാരും താമസക്കാരും ഇടതടവില്ലാതെ വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ആ തിരക്കിനിടയിൽ അരങ്ങേറുന്ന വിദഗ്ധമായൊരു കൊലപാതക ഗൂഢാലോചനയെക്കുറിച്ച് വിദൂരമായൊരു സംശയം പോലും ആർക്കും തോന്നിയില്ല. 4:23 മെഹബൂബ് തൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. തന്നെ കടന്നു പോയ ആളുകളിൽ ചിലർ തന്നെ കൊലപ്പെടുത്താൻ എത്തിയവരാണെന്ന് അയാൾ ഒട്ടും അറിഞ്ഞില്ല. അൽബസ്റ്റൺ ഹോട്ടലിൽ നിന്നും ഒരു കാറിൽ അയാൾ യാത്രയായി. കാറിൻ്റെ നിറം, മോഡൽ നമ്പർ ഇവയെല്ലാം നിമിഷങ്ങൾക്കകം മറ്റു ടീം അംഗങ്ങൾക്ക് അയക്കപ്പെട്ടു. മെഹബൂബ് എങ്ങോട്ടാണ് പോയതെന്നോ ആരെയാണ് കണ്ടതെന്നോ ആർക്കും അറിയില്ല. കെവിൻ അൽബസ്റ്റാനിലെത്തി. ഭംഗിയായി വസ്ത്രം ധരിച്ച കണ്ണട വെച്ച സുമുഖനായ യുവാവ്, സൗമ്യഭാവം. തുടർച്ചയായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് അയാൾ ഹോട്ടൽ ഹാളിൽ ചുറ്റിത്തിരിഞ്ഞു. 4:27 എൽവിഞ്ചർ അൽബസ്റ്റാനിലെത്തി. തൻ്റെ കയ്യിലിരുന്ന ബാഗ് അവിടെ നിന്നിരുന്ന കെവിനെ ഏൽപ്പിച്ചു. റിസപ്ഷനിലെത്തി നേരത്തെ താൻ റൂം ബുക്ക് ചെയ്തിരുന്ന കാര്യം അറിയിച്ചു. റൂം നമ്പർ 237 താക്കോൽ അയാൾക്ക് ലഭിച്ചു. 4:40 റൂമിൻ്റെ താക്കോൽ കെവിനെ ഏൽപ്പിച്ച് എൽവിഞ്ചർ അൽബസ്റ്റാൻ വിട്ടു. താക്കോലുമായി കെവിൻ പോയി റൂം നമ്പർ 237 തുറന്നു. ബാഗുകളും മറ്റും അവിടെ വെച്ച് അല്പസമയത്തിനകം ഗെയിൽ ആ റൂമിലെത്തി. 6:21 കയ്യിൽ ബാഗുമായി ഗെയിൽ ഹോട്ടൽ റിസപ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹോട്ടലിൻ്റെ കാർ പാർക്കിംഗ് ആയിരുന്നു അവളുടെ ലക്ഷ്യം. അവിടെ ചില ടീം അംഗങ്ങൾ അലസരെന്ന മട്ടിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ബാഗ് അവരെ ഏൽപ്പിച്ച ശേഷം ഗെയിൽ തിരികെ റൂമിലേക്ക് തന്നെ കയറിപ്പോയി. സമയം അല്പം നീങ്ങി. ജനുവരി മാസം, തണുപ്പുണ്ട്. അല്പം അകലെ ദുബായ് എയർപോർട്ടിൽ വിമാനങ്ങൾ വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയും ശബ്ദം കേൾക്കാം. തെരുവ് വിളക്കുകൾ തെളിഞ്ഞു. ഇരുട്ട് വീണു തുടങ്ങിയിരിക്കുന്നു. 6:32 നല്ല പൊക്കമുള്ള 2 പേർ അൽബസ്റ്റാർ റിസപ്ഷനിൽ നിന്ന് ലിഫ്റ്റ് വഴി 2ാം നിലയിലേക്ക് പോയി. ഇവാനും ജെയിംസും. കില്ലർ ടീം 1. 2 മിനിറ്റിന് ശേഷം അതേപോലെ തന്നെ ബലിഷ്ഠരായ ജനാഥനും സ്റ്റീഫനും. കില്ലർ ടീം 2. ഈ 4 ആചാനബാഹുകൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ റൂം നമ്പർ 237 പോയി. 6:41 സുന്ദരിയായ ഒരു യുവതിയോടൊപ്പം ഒരു യുവാവ് ഹോട്ടലിൻ്റെ ഹാളിലെത്തി. ചിരിച്ചും കളിച്ചുമാണ് അവരുടെ നടപ്പ്. അവിടെ നിന്ന് അവർ ഫോൺ വഴി ആരോട് സംസാരിച്ചു. 3ാമത്തെ നിരീക്ഷണ ടീം ആയിരുന്നു അത്. അതോടെ 2ാമത് എത്തിയ നിരീക്ഷണ ടീം ഹോട്ടൽ വിട്ടു. അല്പസമയത്തിനകം
ഇവരും സ്ഥലം വിട്ടു. ഈ സമയം രണ്ടാം നിലയിലെ ലിഫ്റ്റിന് മുന്നിലെ ഹാളിലൂടെ ഗെയിലും കെവിനും ഫോണിൽ സംസാരിച്ചുകൊണ്ട് ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. 8 മണി ആയതോടുകൂടി ഹോട്ടൽ ജീവനക്കാർ രണ്ടാം നിലയിൽ നിന്നും താഴേക്ക് പോയി. ഈ സമയത്ത് 237 നമ്പർ റൂമിലെത്തിയിരുന്ന ടീം അംഗങ്ങൾ മെഹബൂബിൻ്റെ 230 നമ്പർ റൂം തുറക്കാനാവുമോ എന്ന് പരിശോധിച്ചു. ഇലക്ട്രോണിക് പ്രോഗ്രാമിലൂടെ മാത്രമേ തുറക്കാനാവുകയുള്ളൂ എന്ന് ഇക്കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്ന അവർ അതിൻ്റെ പ്രോഗ്രാമിങ്ങിൽ മാറ്റം വരുത്തി 237 പ്രോഗ്രാം ഉപയോഗിച്ചാൽ ആ നിലയിലെ ഏത് ഡോറും തുറക്കാവുന്ന രീതിയിലാക്കി. ഈ പരിപാടി നടക്കുമ്പോൾ രണ്ടാം നിലയിൽ ലിഫ്റ്റ് വന്നു നിന്നു. ഒരു യാത്രക്കാരൻ വഴിതെറ്റി വന്നതാണ്. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന നിരീക്ഷണത്തിലായിരുന്ന കെവിൻ മറ്റ് അംഗങ്ങൾക്ക് സിഗ്നൽ നൽകി. ഒപ്പം വഴിതെറ്റി വന്ന യാത്രക്കാരനെ സൗമ്യനായി മറ്റൊരു നിലയിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തു. 8:24 മെഹബൂബ് ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. കയ്യിലൊരു പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടായിരുന്നു. തൻ്റെ കുട്ടികൾക്കായി കളിപ്പാട്ടവും മറ്റുമായിരുന്നു അയാൾ അതിലായിട്ട് സൂക്ഷിച്ചിരുന്നത്. തൻ്റെ സുരക്ഷയെക്കുറിച്ച് എപ്പോഴും ആശങ്കയുണ്ടായിരുന്ന അയാൾ ചുറ്റും നോക്കിക്കൊണ്ടാണ് നടന്നത്. എന്നാൽ തൊട്ടു മുന്നിൽ കടന്നുപോയ ഗെയിലിനെയും കെവിനെയും അയാൾക്ക് ഒട്ടും സംശയം തോന്നിയില്ല. റൂമിലെത്തിയ മെഹബൂബ് കഥ കടച്ച് കുളിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാവണം. ഇര തങ്ങളുടെ വലയിലെത്തിയോടെ കില്ലർ ടീം രംഗത്തെത്തി. തൊട്ടപ്പുറത്തെ ഹാളിൽ കെവിനും ഗെയിലും അനന്തമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് കാവൽ നിന്നു. ആരും അങ്ങോട്ട് എത്താതെ നോക്കുക എന്നതാണ് അവരുടെ ദൗത്യം. നേരത്തെ പ്രോഗ്രാം ചെയ്തു വെച്ച പ്രകാരം കില്ലർ ടീം കഥക തുറന്ന് അകത്ത് പ്രവേശിച്ചു. റൂമിൽ ചെറുതായി ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ടാവണം. ആചാരബാഹുവായ മെഹബൂബിനെ അത്ര പെട്ടെന്നവർക്ക് കീഴ്പ്പെടുത്താനാവില്ല. എന്തായാലും ഈ ശ്രമത്തിനിടയിൽ കില്ലർ ടീം തങ്ങൾ കരുതിയ രാസവസ്തു മെഹബൂബിൽ ഇഞ്ചക്ട് ചെയ്തു. ഇത് ഉള്ളിൽ ചെന്ന മിനിറ്റുകൾക്കകം ശരീരം തളരും. തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യും. നിമിഷങ്ങൾക്കകം മെഹബൂബ് തളർന്നു വീണു. മരണം ഉറപ്പാക്കാൻ കൊലയാളികൾ തലയണ അയാളുടെ മുഖത്തമർത്തി മുറി പഴയതുപോലെ ആക്കി അടുക്കി. സാധാരണ ഉറക്കം പോലെ മെഹബൂബിനെ കിടത്തി റൂം ലോക്കാക്കി അവർ പുറത്തു കിടക്കുകയും ചെയ്തു. 8:46 കില്ലർ ടീം ദൗത്യം പൂർത്തീകരിച്ച് പുറത്തേക്ക്. അവരിൽ ഒരാൾ താൻ ധരിച്ചിരുന്ന റബ്ബർ ഗ്ലൗസ് ഊരാൻ മറന്നിരുന്നു. അധികം താമസിയാതെ കെവിനും ഗെയിലും അൽബസ്റ്റാൻ വിട്ടു. ഏതാനും മണിക്കൂറുകൾക്കകം എല്ലാവരും ദുബായ് വിട്ട് വിവിധ രാജ്യങ്ങളിലേക്ക് പറന്നു. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1:30 മെഹബൂബിൻ്റെ മരണം പുറത്തറിയുന്നത്. അകത്തു നിന്നും ഡോറ് ലോക്കായതിനാൽ മറ്റ് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നതുമില്ല. തങ്ങളുടെ 2 സൈനികരെ കൊന്ന മെഹബൂബിനോടുള്ള പ്രതികാരം 20 വർഷത്തിന് ശേഷം ഇസ്രയേൽ നടപ്പിലാക്കിയെങ്കിലും ഒരു സീക്രട്ട് മിഷൻ എന്ന നിലയിൽ ഇത് പരാജയമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം അധികം വൈകാതെ ദുബായ് പോലീസ് ഈ കൊലപാതകത്തെപ്പറ്റി കണ്ടുപിടിക്കുകയും മൊസാദിന് അതിലുള്ള പങ്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. ദുബായ് പോലീസിൻ്റെ കഴിവ് കുറച്ച് കണ്ടതുകൊണ്ടാണ് മൊസാദിന് ഈ ഒരു പിഴവ് സംഭവിച്ചത്. ഒരു സീക്രട്ട് ഏജൻസിക്കും സംഭവിക്കാൻ പാടില്ലാത്ത വലിയ മണ്ടത്തരങ്ങൾ അവർക്ക് ഈ ഓപ്പറേഷനിൽ സംഭവിച്ചു. ഹോട്ടലുകളിൽ പണം നൽകാൻ കറൻസിക്ക് പകരം ക്യാഷ് കാർഡാണ് അവർ ഉപയോഗിച്ചത്. ആ കാർഡാകട്ടെ മിഡിൽ ഈസ്റ്റിൽ അധികം ഉപയോഗിക്കാത്ത കാർഡുമാണ്. കൂടുതൽ അന്വേഷണത്തിൽ ഇത് അമേരിക്കയിലെ ഒരു ജൂത സമ്പന്നൻ്റെ കമ്പനിയുടേതാണെന്ന് മനസ്സിലായി. ഇതുപയോഗിച്ചവരെ ട്രാക്ക് ചെയ്യാൻ ദുബായ് പോലീസിന് എളുപ്പം കഴിഞ്ഞു. ടീം അംഗങ്ങൾ പരസ്പരം നേരിട്ട് അല്ല ഫോൺ വഴി ബന്ധപ്പെട്ടത്. ആദ്യം വിയന്നയിലുള്ള ഒരു നമ്പറിലേക്ക് വിളിക്കും. അവിടെ നിന്ന് ദുബായിലോട്ടുള്ള ഒരു നമ്പറിലേക്ക് കോൾ വരും. ഈ രീതിയും അബദ്ധമായി. വിയന്നയിലേക്ക് വിളിപോയ നമ്പറുകൾ പോലീസിന് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാനായി. അതീവ രഹസ്യമായി ചെയ്യേണ്ട മിഷൻ പരസ്യമായത് യഥാർത്ഥത്തിൽ മൊസാദിന് ക്ഷീണമായെങ്കിൽ പോലും അത് നടപ്പാക്കാൻ അവർ കാണിച്ച ആസൂത്രണവും ധൈര്യവും അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ഇതോടുകൂടി ഈ ഒരു ലക്കം അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് ഈ ചാനലിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഇച്ചിരി കുറവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇതേപോലത്തെ വീഡിയോ ഇഷ്ടമുള്ള സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്തൊരു ത്രില്ലിംഗ് ആയിട്ടൊരു കഥയുമായോ അല്ലെങ്കിൽ അതിൽ അൺബോക്സിങ്ങോ ആയോ അല്ലെങ്കിൽ അതിൽ വാഹന വിശേഷമായോ അല്ലെങ്കിൽ അത് ട്രാവൽ വീഡിയോസോ ആയോ നിങ്ങളുടെ മുന്നിൽ വരാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ ഇന്നേക്ക് വിട പറയുകയാണ്.
അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.